സ്റ്റുഡൻസ്, നമുക്ക് റേഷ്യോ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. റേഷ്യോ ടെസ്റ്റിന്റെ പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബി വളരെ സിമ്പിളാണ്. മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ കണ്ടീഷൻ എക്സ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് എൻ മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതിനെ റീറൈറ്റ് ചെയ്യുവാണ്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എൻ greater than or equal to 1 for all n greater than or equal to k. That implies modulus of n plus 1 greater than or equal to modulus of xn for all n greater than or equal to k. അതിനെ ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഈ റിലേഷൻ ശരിയാകുന്നത് k തുടങ്ങിയാണ് എന്ന് പറഞ്ഞാൽ n equal to k യിൽ എന്തെന്നാ xk plus 1 modulus n equal to k യിൽ n equal to k തുടങ്ങിയാൽ ശരിയാകുന്നു. അപ്പോൾ അത് ഞാൻ ഈ അറ്റത്ത് എഴുതുകയാണ്. xk plus 1 മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xk എന്ന് എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് തന്നെ എഴുതിയ മോഡുലസ് ഓഫ് xk plus 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xk plus 1 എഴുതാം. ഇങ്ങനെ പുറകേക്ക് പോരുവാണെങ്കിൽ എവിടെയാ k കഴിഞ്ഞുള്ള നമ്പറിനെ ശരിയാവുള്ളൂ. മോഡുലസ് ഓഫ് xk plus k കഴിഞ്ഞ് എത്ര വേണമെങ്കിലും ആകാം. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ദിസ് റിസൾട്ട് ആൻഡ് ദിസ് റിസൾട്ട് ഈസ് വാലിഡ്. അപ്പോൾ k കഴിഞ്ഞിട്ടുള്ളത് xk plus 1ന്റെ മോഡുലസ് k plus m ന്റെ മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ വേറെ ഒന്നും നോക്കണ്ട, ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയേക്കുന്നേക്കാളും ഒന്നുകൂടെ കുറവാണ് ഇൻഡെക്സ്. അപ്പൊ എന്താ ഇവിടെ എന്താ xk plus m minus 1. അടുത്ത് എഴുതണമെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xk plus m minus 2 എന്ന് എഴുതാം. എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xk എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഒരു സ്റ്റേജ് ഫിക്സഡ് ആണ്. ഇത് 100 എന്ന് ഫിക്സ് ചെയ്താൽ k ഈക്വൽ ടു 100, xk ഈക്വൽ ടു x100. ഇതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ട്. ബാക്കിയുള്ളതുപോലെ അല്ല, xk നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k, മോഡുലസ് ഓഫ് കെയേക്കാൾ വലിയ ഏത് ഇൻഡെക്സ് എടുത്താലും മോഡുലസ് ഓഫ് xk plus m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് xk. അപ്പോൾ നമ്മുടെ സീരീസിന്റെ ടേം ലിമിറ്റ് ഓഫ് nth ടേം ലിമിറ്റ് ഓഫ് xn എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് xn നോട്ട് ഈക്വൽ ടു 0. എന്നാ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ കാര്യം? ലിമിറ്റ് ഓഫ് xn എന്താവും? xk plus m മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് xk എന്ന് ആദ്യത്തെ അവസാനത്തെ കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ xk കഴിഞ്ഞിട്ടുള്ള ഏത് ടൈം എടുത്ത് കമ്പയർ ചെയ്താലും അത് xkയേക്കാൾ വലുതായിട്ട് നിൽക്കുകയാണ്. ലിമിറ്റ് ഓഫ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xk ഫിക്സഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ആ കാരണം കൊണ്ട് എന്ത് ടൈമിന്റെ ലിമിറ്റ് നോൺ സീറോ ആണെന്ന് കിട്ടി. എന്ത് ടൈമിന്റെ ലിമിറ്റ് നോൺ സീറോ ആണെങ്കിൽ എന്ത് ടൈം ടെസ്റ്റ് വെച്ച് സീരീസ് സിഗ്മ xn മോഡ് xn തന്നെയല്ല സിഗ്മ xn ഈസ് ഡൈവേർജന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഡി-എലംബർട്ട്സ് റേഷ്യോ ടെസ്റ്റിന്റെ രണ്ട് സബ് ഡിവിഷൻസ്. 0ക്ക് 1 ഇടയ്ക്ക് ഒരു ആറും ഒരു ഫിക്സഡ് സ്റ്റേജും ഉണ്ട്. സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് ദ ടേംസ് ഓഫ് continuous terms of the same series modulus of xn plus 1 divided by xn less than or equal to the number between 0 and 1 after a certain stage k, then sigma xn is absolutely convergent. And if for a fixed stage k modulus ratio modulus of xn plus 1 divided by xn greater than or equal to 1 for all n greater than or equal to k, then sigma xn is divergent. ഇതാണ് ഡി-എലംബർട്ട്സ് റേഷ്യോ ടെസ്റ്റ്. നമ്മൾ റൂട്ട് ടെസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ ഒരു കൊറോളറി ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാ കൊറോളറി ടെസ്റ്റിന് നമുക്കൊരു കൊറോളറി ഉണ്ടാക്കിയെടുക്കാം? എന്താ? ലിമിറ്റ് മോഡ് xn plus 1 divided by xn ഈക്വൽ ടു r എന്ന് വിളിക്കാം. if r equal to limit mod xn plus 1 divided by xn and if r less than 1 sigma xn അല്ലേ, അവിടെ അങ്ങനെയല്ലേ, 0 less than r less than 1 sigma xn is absolutely convergent and r greater than 1 sigma xn is absolutely വേണ്ട, sigma xn is divergent എന്ന് പറയാൻ പറ്റും. അതാണ് കൊറോളറി. അതും മുമ്പ് ചെയ്തതുപോലെ തന്നെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റൂട്ട് ടെസ്റ്റിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ലിമിറ്റിൽ നിന്ന് നമ്മൾ പുതിയ r1 r-നേക്കാളും വലുതാക്കി ഉണ്ടാക്കിയെടുക്കുന്നു. സബ് ഡിവിഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നു. റേഷ്യോ ടെസ്റ്റിന്റെ സബ് ഡിവിഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ r ലെസ് ദാൻ 1ലെ പ്രൂഫായി. r ഗ്രേറ്റർ ദാൻ 1ല് xn plus 1 by xn ഗ്രേറ്റർ ദാൻ 1 എന്ത് ടൈം ടെസ്റ്റ് തന്നെ, ഇത് തന്നെ എന്ത് ടൈം ടെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് കാര്യം സാധിക്കും. അങ്ങനെ ഇതിനൊരു
കൊറോളറി നേരത്തെ ചെയ്തതുപോലെ തന്നെ ലിമിറ്റ് എടുത്ത് ലിമിറ്റ് mod xn raised to 1/n r എന്ന് വിളിച്ച് ചെയ്തതുപോലെ തന്നെ ലിമിറ്റ് മോഡുലസ് ഓഫ് xn plus 1/xn equal to r എന്ന് വിളിച്ച് നമുക്കിതിന്റെ കൊറോളറി ടെസ്റ്റിന്റെ ഫോമിൽ തന്നെ if r less than 1 limit of this if that is less than 1 absolute convergence if limit r greater than limit value r denoted by r if the limit of the ratio is greater than 1 then divergence of the series otherwise r less than 1 absolute convergence of the series ഈ രണ്ട് കേസിൽ നമുക്ക് r equal to 1 റൂട്ട് ടെസ്റ്റിന്റെ കേസിലാണെങ്കിലും റേഷ്യോ ടെസ്റ്റിലാണെങ്കിലും r less than 1 r greater than 1 പറഞ്ഞിട്ടുള്ളൂ r equal to 1 നമുക്ക് കൺവേർജൻസോ ഡൈവേർജൻസോ ഒന്നും ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള സീരീസുകളുണ്ട് r equal to 1 കൺവേർജ് ഈ ലിമിറ്റ് വാല്യൂ r ആവുകയും കൺവേർജ് ചെയ്യുകയും ചെയ്യുന്ന സീരീസുകളുണ്ട് ലിമിറ്റ് വാല്യൂ r ആവുകയും ഡൈവേർജ് r equal to 1 ആവുകയും ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്ന സീരീസ് ആണ്. അപ്പോൾ കൺവേർജൻസിനെ പറ്റിയും ഡൈവേർജൻസിനെ പറ്റിയും r equal to 1 റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചോ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചോ നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പുതിയ ടെസ്റ്റ് ഉണ്ടാവണം. r equal to 1 കൺവേർജൻസ് കിട്ടുമോ ഡൈവേർജൻസ് കിട്ടുമോ എന്ന് പറയാൻ വേണ്ടി വേറെ ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ടെസ്റ്റുകൾ കാണും. അടുത്ത ഒരു ഇന്റഗ്രൽ ടെസ്റ്റ് ആണ്, പിന്നെ ഒരു റാബീസ് ടെസ്റ്റ് ആണ്. അങ്ങനെ ടെസ്റ്റുകൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കേസിൽ r equal to 1 പറയാൻ പറ്റാത്ത കാര്യം മറ്റേതിനും r equal to 1 r ഒന്നും ആവണമെന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് വരുന്ന ടെസ്റ്റുകളിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2 ടെസ്റ്റേ ആയുള്ളൂ. ഇനിയും ഇതിന് തന്നെ നമുക്ക് 2-3 ടെസ്റ്റുകളോട് പഠിക്കാനുണ്ട്. പക്ഷെ എല്ലാം ഇതേപോലെ ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല എന്ന് ഓർത്തുകൊണ്ട് സന്തോഷമായിട്ട് പഠിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ വീഡിയോസ് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം 2 അവറുകളോ ഉള്ള ദിവസമാണ് 5th ഡേ. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും നിങ്ങൾ കമൻസ് വീഡിയോ കാണുമ്പോൾ ഇടുക. നിങ്ങൾ കണ്ടോ എന്നുള്ളത്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും ഉണ്ടാവുക. അടുത്ത ആഴ്ച ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു പാർട്ട് എക്സാം നടത്തിയിരുന്നു. അതിന്റെ അടുത്ത പാർട്ടിന് ഉള്ള എക്സാം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിച്ച് ശനി ഞായറൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.